എന്താ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോഴും ആരും എൻ്റെ മോനെ ഒന്ന് കാണാൻ അള്ളാഹുവെ ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ പടച്ചവനെ എൻ്റെ നാട് വിട്ട് പോയ പൊന്നുവനെ എനിക്കൊന്ന് കാണിച്ചു തരണേ അള്ളാഹുവേ അള്ളാഹുവേ റാഹിമീനായ അല്ലാ എൻ്റെ മോനെ കണ്ടിട്ടൊന്ന് മരിക്കാൻ ഞാൻ കാത്തിരിക്കുന്നേ നബിയേ. എൻ്റെ മോൻ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് ശരിയാതേറ്റാ മോനെ. മോൻ മരിച്ചാ മോനെ? ഇല്ല, ഉമ്മയെ കാണാൻ എന്തായാലും ഉമ്മയുടെ മോൻ തിരിച്ചു വരും. കേട്ടോ, വിഷമിക്കണ്ടേ. മരണത്തെ കുറിച്ചൊന്നും ഇനി ചിന്തിക്കരുത്. മോൻ വരുമ്പം ഉമ്മയ്ക്ക് കാണണ്ടേ? അപ്പൊ ഉമ്മ ജീവനോട് ഇരുന്നാലേ മോനെ കാണാൻ പറ്റൂ. ഉമ്മ അല്ല, ഞങ്ങളുടെയൊക്കെ ഉമ്മാമയാണിത്, പാവൂര് ഉമ്മാമ അല്ലേ? അതുകൊണ്ട് മോനെ എനിക്ക് ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഒരു ഖുർആൻ ഓതും. എന്താന്നറിയാം മോന്റെ പേരൊന്നും പറഞ്ഞമ്മ? സലീം. സലീം എന്നാണ് മോന്റെ പേര്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് മോനൊരു ലെറ്റർ അയച്ചത്? ഇപ്പൊ ഒരു 10 വർഷമാവാനെ ലെറ്റർ അയച്ചിട്ട്. ലെറ്റർ വെച്ചേക്കാനും ഒത്തില്ല. 10 അല്ല, അതിനും കൂടുതൽ വർഷങ്ങളായി. ഉമ്മയ്ക്ക് ഓർമ്മയില്ലല്ലേ? ഓർമ്മയില്ല. 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയാണിത്. എന്തായാലും ആ മകന് ഉമ്മയെ തിരിച്ചറിയാം. അപ്പൊ ഈ വീഡിയോ ഈ ഉമ്മയുടെ മോന്റെ കയ്യിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പെറ്റുമ്മയെ ഒന്ന് വന്ന് കാണുക, ഒരു നോക്കെങ്കിലും ഒന്ന് കണ്ടിട്ട് പോവുക. കാരണം വർഷങ്ങളായിട്ട് ഈ മോൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഉമ്മ ഈ ഒരു ചെറിയൊരു ഷെഡിനുള്ളിൽ താമസിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ വീഡിയോ കാണുന്ന എന്റെ നല്ലവരായ സുഹൃത്തുക്കൾ പരമാവധി നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഈ മോനെ കണ്ടുപിടിക്കാൻ മോന്റെ ഒരു ഫോട്ടോയോ ഒന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ മോൻ ഈ ഉമ്മയ്ക്ക് ഒരു ലെറ്റർ അയച്ചിരുന്നു. ആ ലെറ്റർ പോലും ഈ ഉമ്മയുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. ആകെ ഉള്ളത് ഈ പെറ്റുമ്മയെ തിരിച്ചറിയാൻ ആ മോന് കഴിയുമെന്നുള്ള ഒറ്റ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അറിയപ്പെടുന്നത് നമ്മുടെ പാവൂരുമ്മാമ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ ഉമ്മയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു കുഞ്ഞിലെ, ഒരു 18 വയസ്സെന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മയ്ക്ക് ഓർമ്മ ശരിക്കില്ല. അപ്പൊ ആ ഒരു പ്രായത്തിൽ ഉമ്മയുടെ മകൻ ഉമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അന്നു മുതൽ ഈ ഉമ്മ വഴിനീളെ നടന്നിട്ട് ആരെ കണ്ടാലും എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാ മതി എന്നുള്ള ആഗ്രഹം, ആ ഒരു ആഗ്രഹത്തിലാണ് ഈ ഉമ്മ ജീവിക്കുന്നത് തന്നെ. എന്നും എല്ലാരോടും പറഞ്ഞുകൊണ്ട് നടക്കും, എന്റെ മോനെ എനിക്കൊന്ന് കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി. അപ്പൊ ഈ മോന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. എന്തായിരുന്നു ആ ലെറ്റർ എഴുതിയിരുന്നത്? എഴുതിയത് ഇങ്ങനെ വന്നെന്ന് ഉമ്മാക്ക് സുഖം തന്നെ എന്നൊക്കെ എഴുതിയിരുന്നത്. ആ ഇപ്പം ലെറ്റർ എല്ലാം പോയി മോനെ. ആ മോൻ അന്നേരം എവിടായിരുന്നു ജോലി? അന്ന് എവിടെ ഏതാണ്ട് ഒരു നാട്ടിലമ്മ പോയി. പോയിട്ട് പേർച്ചയിൽ അങ്ങനെ പോയെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ഈ ഷെഡൊക്കെ പണിഞ്ഞെന്ന ആരാ? ഈ തണലാറ് വെച്ചത് അന്നതാ. തണലുകാരാണ് ഉമ്മാക്കി താമസിക്കാൻ വേണ്ടി ഷെഡ് പണിഞ്ഞു തന്നത്. ആദ്യമേ ഒരു കുടിലും കെട്ടി. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതും തണലിൽ നിന്നുള്ള കാരുണ്യമാണ്. കാരണം ഈ ഒരു വീട് തന്നെ ഉമ്മായിക്ക് വെച്ചു കൊടുത്ത് നമ്മുടെ തണലാണ്. ഈ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കൾ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യുക. ഈ പെറ്റുമ്മയ്ക്ക് മോന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല നമ്മളെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി. പക്ഷെ അറിയുന്ന മോന്റെ പേര് മാത്രമാണ് ഈ ഉമ്മായിക്ക്. ഇപ്പൊ മോന്റെ രൂപം എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പം എന്തായാലും സ്വന്തം പെറ്റുമ്മയുടെ മുഖം കാണുമ്പോൾ ആ മകൻ എന്തായാലും തിരിച്ചറിയാം. ഈ മകൻ ഈ വീഡിയോ കാണാനിടയായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഉമ്മയെ ഒന്ന് വന്ന് കാണുക. കാരണം അത്രയ്ക്ക് വേദനയിലാണ് ഈ ഉമ്മ. എന്താ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോഴും ആ രൂപ എന്നെ കാണിക്കുന്നു. എനിക്കൊന്ന് മരിച്ചാ മതിയൊക്കെ. ഞാൻ ഇവിടെ കിടന്നു. ഉമ്മയുടെ ആഗ്രഹം എന്തായാലും ആ മോനെ കണ്ടിട്ട് മരിക്കണമെന്നാണ്. അത്രേ ഉള്ളു. ഈ മോൻ എവിടെയെങ്കിലും വെച്ച് ഈ വീഡിയോ കാണാനിടയായാൽ തീർച്ചയായിട്ടും എന്റെ ഒരു അപേക്ഷയാണ്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഉമ്മയുടെ കണ്ണുനീര് നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഈ ഉമ്മ പലപ്പോഴായിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള ഉമ്മയാണ്. പലപ്പോഴായിട്ട് ഞങ്ങൾ തന്നെ സങ്കടം പറഞ്ഞ് കരയുന്നുണ്ട്, എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി എന്ന്. മോന്റെ രൂപം ഇപ്പോഴും ഞാൻ കാണുന്നു. ഇപ്പോഴും മോന്റെ രൂപം കാണുന്നു. മരിച്ചുപോയാ മോനെ എനിക്കറിയാൻ വയ്യ. സങ്കടപ്പെടണ്ട കേട്ടോ കേട്ടമ്മ. നമ്മൾ ഈമാനോട് കൂടി വേണം മരിക്കാന്. അല്ലാതെ നമ്മൾ അങ്ങനൊന്നും ചിന്തിക്കരുതേ. ഉമ്മ 5 നേരം നിസ്കരിച്ച് ദുആ ചെയ്ത് ജീവിക്കുന്ന ഉമ്മ ഒരിക്കലും വേറെ രീതിയിൽ മരിക്കണമെന്നൊന്നും ആഗ്രഹിക്കരുത്. കിടന്നോണ്ട് കുൽപ്പൊള്ളവതും നിക്കണ സ്ഥലത്തും ചെല്ലും. ഏതായി കട്ടിലിൽ കിടന്നോണ്ട് അതേ വെക്കുന്നുള്ളു നോക്കണേ. അത് മതി നോക്കണേ. നബിയുടെ റൗള പോയി കണ്ടില്ലേ നബിയെ? പോയി കണ്ട്. ഉമ്ര ചെയ്തല്ലേ? ഉമ്രയ്ക്ക് പോയി. ആരായിരുന്നു ഉമ്മയെ ഉമ്രയ്ക്ക് കൊണ്ടുപോയത്? ഞാൻ കുറച്ചൊരു പേര് പോയവരോടെ ഞാനങ്ങ് പോയി നോക്കലേ. പൈസയൊക്കെ ആരെന്ന്? അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ.
നബിയുടെ കബർ ഇന്ന് മരിച്ചതുപോലെ കിടക്കുന്നു. നബിയുടെ കബറിന്റെ അടുത്ത് ഈ ഉമ്മാമയ്ക്ക് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതാണ് ഏറ്റവും വലിയൊരു ഇതല്ലേ. ഉമ്മാമ 5 നേരം നമസ്കരിച്ച് ദുആ ചെയ്ത് ഈ ഒരു കൊച്ചു വീടിനുള്ളിൽ ജീവിക്കുന്ന ഒരു ഉമ്മയാണ്. ഉമ്മയുടെ ആഗ്രഹം പോലും ഉമ്മ ഉംറയൊക്കെ ചെയ്ത്. ഇനി ഏറ്റവും വലിയ ഉമ്മയുടെ ആഗ്രഹം പെറ്റ മകനെ കണ്ടിട്ട് മരിക്കണം എനിക്ക്.